ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് കൊല്ലം വിജിലൻസ് കോടതി. വേലി തന്നെ വിളവ് തിന്നെന്നും നിരീക്ഷണം. പത്മകുമാറിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന SIT കോടതിയിൽ പറഞ്ഞു. തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ച് പാളികൾ കൊടുത്തുവിട്ടെന്നും SIT. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് നിരീക്ഷണവും SIT കണ്ടെത്തലും. വിധിയുടെ പകർപ്പ് മീഡിയ വണ്ണിൽ ലഭിച്ചു. സിബി ജോസഫ് വിശദാംശങ്ങൾ നൽകും. സിബി, അതീവ ഗൗരവതരമായ നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്നൊപ്പം SIT കോടതിയിൽ ചൂണ്ടിക്കാണിച്ച രണ്ട് വിവരങ്ങളും പത്മകുമാറിന്റെ കുരുക്കും മുറുകാൻ പാകത്തിലുള്ള കണ്ടെത്തലുകളോ നിരീക്ഷണങ്ങളോ ഒക്കെയാണ്. പ്രത്യേകിച്ചും തന്ത്രി പറഞ്ഞിരുന്നു ഈ പാളി അങ്ങനെ കൊടുത്തുവിടാൻ കഴിയില്ല, അത് ബൈലോക്ക് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല അത് അവിടുത്തെ ശീലങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും ഒക്കെ വിരുദ്ധമാണ്. അതൊക്കെ മറികടന്നുകൊണ്ട് കൃത്യമായ ഗൂഢാലോചന നടത്തി പാളി കടത്തിക്കൊണ്ടുപോയതിൽ കൃത്യമായ പങ്ക് പത്മകുമാറിനുണ്ട് എന്ന് വെളിപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇദ്ദേഹത്തിന്റെ തന്നെ ജാമ്യാപേക്ഷയിൽ നടന്ന വാദത്തിന് മേൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് SITയുടെ നിരീക്ഷണങ്ങളൊപ്പം കോടതിയുടെ പരാമർശങ്ങൾ ഇതെല്ലാം പത്മകുമാറിന്റെ കാര്യത്തിൽ എത്രമേൽ നിർണായകമാണ്? സൈഫു, തീർച്ചയായും പത്മകുമാറിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ CPMന്റെ കാര്യത്തിലും വലിയ ഒരു കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു കേസിൽ ഏറ്റവും അധികം പത്മകുമാറിൻ്റെ അറസ്റ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്നതാണ് ഇപ്പോൾ CPMന് വലിയ കുരുക്കായിരിക്കുന്നത്. എന്തായാലും ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയാണ് പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത്. അതായത് രണ്ട് കേസുകൾ, ഒന്ന് കട്ടള ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയത്, മറ്റൊന്ന് ഈ കട്ടളപ്പാളി കൊള്ള. ഈ രണ്ട് കൊള്ളകളിൽ കട്ടളപ്പാളി വിവാദത്തിൽ അല്ലെങ്കിൽ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണം പൂശൽ കേസിൽ നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇന്നലെ ദ്വാരപാലക ശില്പങ്ങളിലെ രണ്ടാമത്തെ കേസിലും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഗുരുതരമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതായത് ഒരു ക്രിമിനൽ ഗൂഢാലോചന പത്മകുമാർ നടത്തി എന്നുള്ളൊരു നിരീക്ഷണമാണ് വിജിലൻസ് കോടതി നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേലി തന്നെ